വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കൂടുതൽ വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനും കുളപ്പുള്ളിയിൽ ചേർന്ന മഹിളാ മോർച്ച സംസ്ഥാന നേതൃശില്പശാലയിൽ ആഹ്വാനം. കൂടുതൽ വനിതകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പ്രധാനമായും മഹിളാ മോർച്ച സംസ്ഥാന നേതൃതല ശില്പശാല കുളപ്പുള്ളിയിൽ ചേർന്നത്. സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകളെ പാർട്ടിയോട് അടുപ്പിക്കാനും ശില്പശാലയിൽ ലക്ഷ്യമിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പാർട്ടി വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനും ശില്പശാലയിൽ ആഹ്വാനം. കുളപ്പുള്ളിയിലെ ഗസീബോ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ശില്പശാല ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തെ രൂക്ഷമായും വിമർശിച്ചായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം. മാറി മാറി ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും കേരളത്തിൻ്റെ നിയമസഭ കൂടുന്ന സമയത്ത് നമ്മൾ കാണാം, എവിടെയെങ്കിലും അല്പം ചില സ്ഥലങ്ങളിൽ മാത്രം ചില കസേരകളിൽ മാത്രം ഇന്നും സ്ത്രീകൾ, അത് മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് പ്രസ്ഥാനമാകട്ടെ, ഭരിക്കാൻ അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടിയ സമയത്ത് പോലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയിലാണല്ലോ ഔന്നത്യം, ഉന്നതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള വേദികളിൽ മന്ത്രിമാരായി സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. വിവിധ ജില്ലകളിൽ നിന്നായി 200-ലേറെ പേർ ശില്പശാലയിൽ പങ്കെടുത്തു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് അധ്യക്ഷയായി. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മിഷൻ 2020-25 അവതരിപ്പിച്ചു. പ്രൊഫസർ VT രമ ടീച്ചർ മാർഗനിർദ്ദേശം നൽകി. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ഡോക്ടർ പ്രമീള ദേവി, സിനി മനോജ്, ശ്രീജ സി നായർ, അഞ്ജന രഞ്ജിത്ത്, വേണു സുരേഷ്, സിന്ധുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ.